ഇസ്ലാമിനെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്ലാമിനെ ധാരാളമായി വിമർശിച്ച് മുന്നോട്ട് വരുന്നത് കാണാം. വളരെ ചുരുക്കം ചില ആളുകൾ. എന്താണ് ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ അങ്ങനെ വരുന്നവരോടും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരോടും നമുക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിപരീതമായിട്ടുള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അവരിലേക്ക് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അവരോട് നമുക്ക് സഹതാപം മാത്രമാണുള്ളത്. കാരണം ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സമ്പത്തിനേക്കാളും അധികാരത്തെക്കാളും മറ്റ് ഈ ലോകത്തുള്ള പലതിനേക്കാളും ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തുൽ മുസ്തഖീം ദീന. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ദീനിലേക്ക് വഴി നയിക്കുക എന്നത്, ഇസ്ലാമിലേക്ക് വഴി നയിക്കുക എന്നത്, അല്ലെങ്കിൽ മുസ്ലിം മാതാപിതാക്കൾക്കായി ജന്മം കൊണ്ട് ഇസ്ലാമായി ജനിക്കുക എന്നതാണ് ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് നന്ദിയായി അല്ലെങ്കിൽ അവനൊരു പ്രത്യുപകാരം കൊണ്ട് അവൻ്റെ ജീവിത ആയുസ് മുഴുവനും അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നാൽ പോലും അതിനെന്തായി തുല്യമായി അവന് വരൂല. പക്ഷെ ഇതറിയാത്ത വിവരദോഷിയായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അറിയുന്നില്ല, അങ്ങനെ അറിയാത്ത വ്യക്തികൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട് മുസ്ലിമുകൾക്ക് നേരെ കൈ ചൂണ്ടുകയാണ്. പക്ഷെ അവർ മനസ്സിലാക്കി, അവരെത്രത്തോളം അത് ഇസ്ലാമിനെ കൊണ്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പറയുന്നു എന്നത് അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും വ്യക്തമായ സോഴ്സുകളിൽ നിന്ന് പഠിക്കാതെ, അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളിൽ തന്നെ അത് പല പൊള്ളത്തരങ്ങളും അവർ പ്രതിപാദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ട് ഈ ഭാഗ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എത്രയോ പേർ മുസ്ലിം മാതാപിതാക്കൾക്കല്ല അവർ ജനിച്ചത്, പക്ഷെ അവർ എന്ത് ചെയ്യുന്നു? ഇസ്ലാം പുഴുകിക്കൊണ്ട് ജീവിക്കുന്നു. അവർക്ക് ആ ഇസ്ലാമിലേക്ക് വന്നതിന് ഈ ലോകം മുഴുവൻ എതിർ നിന്നാലും അവർക്കത് വിടാൻ അവർ തയ്യാറല്ല. എത്രയോ സ്ത്രീകൾ ഇസ്ലാം ഉൾക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഈ പല ആൾക്കാരും ഇവർ പറയുന്നു സ്ത്രീകൾക്ക് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു, ഇല്ലെങ്കിൽ സ്ത്രീകളെ അവര് അടച്ചിട്ട് പോലെ ഒരു ചിട്ടക്കൂട്ടിൽ അവരെ ഉൾക്കൊള്ളിക്കുന്നു. എല്ലാവരും പറയുന്നു ഇതാ പല സ്ത്രീകൾ, എത്രയോ സ്ത്രീകൾ നമ്മുടെ മുന്നിൽ നിന്ന് വ്യക്തമാണ്. അവരുടെ ജീവിതത്തിൽ പല സുഖ സൗന്ദര്യങ്ങളും അവർ ത്യജിച്ചുകൊണ്ട് ഇസ്ലാമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ മുന്നിൽ വരുന്നു. അവർ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ ധരിക്കുന്നു, ഹിജാബിലേക്ക് കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ഓരോ ചിട്ടനിഷ്ഠമായ ജീവിതങ്ങളും അവർ നയിക്കുന്നു. കാരണം ഇസ്ലാം കൽപ്പിച്ച നന്മകളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും അത് തിന്മയെന്ന് പറയാൻ കഴിയൂല. ഇസ്ലാം പഠിപ്പിച്ച തിന്മകൾ എന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അത് തിന്മകൾ തന്നെയാണ്. ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തിന്മകൾ തന്നെയാണ്. പിന്നെ ആ തിന്മകളിൽ അകപ്പെട്ടുകൊണ്ട്